Hi dears, how are you? All are fine there? Okay, in the previous classes we discussed the first chapter and we already discussed the activities of that chapter. Do you remember? Okay, so today we can just revise what we studied the previous classes. Are you ready? Did you read that chapter well? ആ ചാപ്റ്റർ എല്ലാവരും നന്നായി വായിച്ചോ? മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സിമ്പിൾ അസസ്മെന്റ് ഉണ്ടാവും അല്ലെ, എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ആവും ഉണ്ടാവുക. ചാപ്റ്റർ നന്നായി വായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ കഴിഞ്ഞ ക്ലാസ്സില്? ആർ യു പ്രിപ്പയർഡ് ഫോർ ദാറ്റ് അസസ്മെന്റ്? ഓക്കെ, വെരി ഗുഡ്. There is a simple activity remaining in that chapter. Some of you already done it and sent it to me. അതിലൊരു ചെറിയ ആക്ടിവിറ്റിയും കൂടി ബാക്കിയുണ്ടല്ലേ? ചിലരൊക്കെ ആ ആക്ടിവിറ്റിയും കൂടി ഫിനിഷ് ചെയ്ത് മിസ്സിന് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ആക്ടിവിറ്റി ഒന്ന് ചെയ്യാം. Are you ready? Take your textbook and pencil and take page number 27. ആ പേജ് നമ്പർ 27-ല് ഒരു ആക്ടിവിറ്റി ഉണ്ട്, കണ്ടോ? Some pictures are given and some sentences are given beside that pictures. അല്ലെ, ആ പിക്ചറിന്റെ താഴെ ഒരു ഡാഷ് ഉണ്ട്, അതിന്റെ തൊട്ടടുത്തായിട്ട് വേറൊരു ഡാഷും ഉണ്ട്. അതിന്റെ സൈഡിലായിട്ട് കുറച്ച് സെന്റൻസസ് തന്നിട്ടുണ്ട്. അപ്പൊ അതെന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോ ബ്രൂണോ വെന്റ് ടു സം പ്ലേസസ് അല്ലെ, ബ്രൂണോ വെന്റ് ടു ഡിഫറെന്റ് പ്ലേസസ്. അപ്പൊ ഓരോ പ്ലേസിൽ പോയപ്പോഴും ബ്രൂണോ ഡിഫറെന്റ് തിങ്സ് ആണ് കണ്ടിട്ടുള്ളത്. അപ്പൊ ഓരോ തിങ്സ് കാണുമ്പോഴും ബ്രൂണോ ചില കാര്യങ്ങളൊക്കെ തിങ്ക് ചെയ്തിട്ടുണ്ടാവും. അത് എന്താണെന്നാണ് നമുക്ക് ഇവിടെ നോക്കാനുള്ളത്. ഓക്കെ, സോ യു ഷുഡ് റൈറ്റ് വേർ ഈസ് ബ്രൂണോ അണ്ടർ ദാറ്റ് പിക്ചർ. ആ പിക്ചറിന്റെ താഴെ ഒരു ഡാഷ് കണ്ടോ? അവിടെ നിങ്ങൾ എന്താണ് എഴുതേണ്ടത്? ബ്രൂണോ എവിടെയാണ് എന്ന് എഴുതാം. ആ പിക്ചർ ചെക്ക് ചെയ്തിട്ട് ബ്രൂണോ എവിടെയാണ് എന്ന് എഴുതാം. എന്നിട്ട് ആ പ്ലേസിലായിരുന്നപ്പോൾ ബ്രൂണോ എന്താണ് തിങ്ക് ചെയ്തിട്ടുള്ളതെന്ന് ഈ സൈഡിൽ കൊടുത്തിട്ടുള്ള ബോക്സസിൽ നിന്ന് എടുത്തിട്ട് ആ പിക്ചറിന്റെ തൊട്ട് മുകളിലായിട്ടൊരു ഡാഷ് കണ്ടോ? യു ഷുഡ് റൈറ്റ് ദർ. ഓക്കെ, സോ what is the first picture? Yes, Bruno is standing in the street. Alle, so where is Bruno now? Look at the board. Bruno is in the street. The first picture, Bruno is in the street. അപ്പൊ സ്ട്രീറ്റിലായിരുന്നപ്പോ ബ്രൂണോ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? ഒന്ന് ചെക്ക് ചെയ്യോ? ഈ ബോക്സിലുള്ളത് ഒന്ന് നോക്കാം. എന്തായിരിക്കും ബ്രൂണോ ചിന്തിച്ചിട്ടുണ്ടാവുക? സ്ട്രീറ്റിൽ എന്താ ഉണ്ടാവുക? റോഡ് ആൻഡ് വെഹിക്കിൾസ് അല്ലെ, റോഡും വെഹിക്കിൾസ് ഒക്കെയാണ് സ്ട്രീറ്റിൽ ഉണ്ടാവുക. അപ്പൊ ബ്രൂണോ എന്തായിരിക്കും തിങ്ക് ചെയ്തിട്ടുണ്ടാവുക? ഓ, സോ മെനി വെഹിക്കിൾസ്, ഹൗ ക്യാൻ ഐ ക്രോസ്? അല്ലെ, എത്ര വെഹിക്കിൾസ് ആണ്, ഞാൻ എങ്ങനെ ഈ റോഡ് ക്രോസ് ചെയ്യും? അണ്ടർസ്റ്റുഡ്? സോ കോപ്പി ദിസ് ടു യുവർ ടെക്സ്റ്റ്ബുക്ക്. ഇൻ ദ ഫസ്റ്റ് പിക്ചർ ബ്രൂണോ ഈസ് ഇൻ ദ സ്ട്രീറ്റ്. അപ്പൊ എന്തായാലും ബ്രൂണോ തിങ്ക് ചെയ്തിട്ടുണ്ടാവുക? ഓ, സോ മെനി വെഹിക്കിൾസ്, ഹൗ ക്യാൻ ഐ ക്രോസ്? എത്ര വെഹിക്കിൾസ് ആണ്, ഞാൻ എങ്ങനെയാണ് ഈ റോഡ് ഒന്ന് ക്രോസ് ചെയ്യാന്ന്? അല്ലെ? Then look at the second picture. ആ സെക്കൻഡ് പിക്ചറിന്റെ താഴെയുള്ള ലൈനിലാണ് ബ്രൂണോ എവിടെയാണെന്ന് എഴുതേണ്ടത് അല്ലേ? എന്താ ആ പിക്ചറിൽ കാണാനുള്ളത്? എ ബോയ് ഈസ് സ്വിംഗിങ് ഓൺ ദ സ്വിംഗ് അല്ലെ, എ ബോയ് ഈസ് സ്വിംഗിങ് ഓൺ ദ സ്വിംഗ്. ഒരു ബോയ് സ്വിംഗിൽ ഇരുന്ന് ആടാണല്ലേ. അപ്പൊ ബ്രൂണോ ആ സ്വിംഗിലേക്ക് നോക്കിയിരിക്കുകയാണ്. അപ്പൊ ബ്രൂണോ, where is Bruno now? അപ്പൊ ബ്രൂണോ എവിടെയായിരിക്കും? എവിടെയാണ് നമ്മൾ സ്വിംഗ് കാണുക? യെസ്, ഇൻ ദ പാർക്ക്. അപ്പൊ എന്തായിരിക്കും? Now Bruno is in the park.
Where is Bruno? Bruno is in the park. അപ്പൊ പാർക്കില് ഒരു ബോയ് ഇങ്ങനെ ഊഞ്ഞാല ആടിക്കൊണ്ടിരിക്കുകയാണ്. ബ്രൂണോ അതിന്റെ തൊട്ട് താഴെ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ബ്രൂണോ എന്തായിരിക്കും തിങ്ക് ചെയ്തിട്ടുണ്ടാവുക? ലെറ്റ് മീ swing on the, let me sit on the swing അല്ലെ. let me sit on the swing. let me, sorry, ഇവിടെ സിംഗ് ആണ് എഴുതിയിട്ടുള്ളത് അല്ലെ. അത് കട്ട് ചെയ്യാ. എന്നിട്ട് എന്ത് ചെയ്യാ? സിറ്റ് എന്നാക്കുക കേട്ടോ. let me sit. Let me sit on the swing അല്ലെ. ആ സ്വിങ്ങില് ഞാനൊന്ന് ആ സ്വിങ്ങിൽ ഇരിക്കട്ടെ എന്നാണ് ആര് തിങ്ക് ചെയ്തിട്ടുണ്ടാവുക? ബ്രൂണോ തിങ്ക് ചെയ്തിട്ടുണ്ടാവുക അല്ലെ. let me sit on the swing അല്ലെ. then look at the next picture. where is Bruno? Bruno is behind the balloon man. എവിടെയാണ് ബ്രൂണോ? ബ്രൂണോ ബലൂൺ മാന്റെ പുറകെ നടക്കുകയാണല്ലേ. ബ്രൂണോ ഈസ് ബിഹൈൻഡ് ദ ബലൂൺ മാൻ. അപ്പൊ ബ്രൂണോ എന്താ കണ്ടത്? ബ്രൂണോ സോ മെനി ബ്യൂട്ടിഫുൾ ബലൂൺസ് അല്ലെ. അപ്പൊ ഒരുപാട് ബ്യൂട്ടിഫുൾ ബലൂൺസ് ഉണ്ട് ബലൂൺ മാന്റെ കയ്യിൽ. അപ്പൊ ബ്രൂണോ എന്തായിരിക്കും തിങ്ക് ചെയ്തിട്ടുണ്ടാവുക? യു സേ, oh, so colorful. I want one. അല്ലെ. നല്ല ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ള ബലൂൺസ്. എത്ര ബലൂൺസ് ആണ്? എന്ത് ഭംഗിയുള്ള ബലൂൺസ് ആണ്. ഐ വാണ്ട് വൺ. എനിക്ക് അതിലൊരെണ്ണം വേണം അല്ലെ. അങ്ങനെയല്ലേ ബ്രൂണോ തിങ്ക് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് പിക്ചർ നോക്കൂ. അപ്പൊ നിങ്ങൾ അത് എഴുതേണ്ടത് ആ ബലൂൺ മാന്റെ പിക്ചറിന്റെ തൊട്ട് താഴെയുള്ള ഡാഷിൽ നിങ്ങൾ എന്ത് എഴുതണം? ബ്രൂണോ ഈസ് ബിഹൈൻഡ് ദ ബലൂൺ മാൻ. ഓക്കെ, ദെൻ അതിന്റെ നേരെ മുകളിലുള്ള ബോക്സിലാണ് നിങ്ങള് ഓ സോ കളർഫുൾ ഐ വാണ്ട് വൺ എന്ന് എഴുതേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് പിക്ചർ. വാട്ട് ഇസ് ദാറ്റ്? It is a vegetable shop അല്ലെ. so many vegetables are there. ബ്രൂണോ പിന്നെ പോയിട്ടുള്ളത് എവിടേക്കാണ്? വെജിറ്റബിൾ ഷോപ്പിലേക്കാണ് പോയിട്ടുള്ളത്. so what will Bruno think? Bruno is in the vegetable shop അല്ലെ. ആ വെജിറ്റബിൾ ഷോപ്പിന്റെ താഴെ നിങ്ങൾ എന്ത് റൈറ്റ് ചെയ്യണം? Bruno is in the vegetable shop. അപ്പൊ ബ്രൂണോ എന്തായിരിക്കും തിങ്ക് ചെയ്തിട്ടുണ്ടാവുക? ലെറ്റ് മീ കിക്ക് ദ ബോൾ അല്ലെ. എന്ത് കണ്ടപ്പോഴാണ് ബ്രൂണോ ബോൾ ആണെന്ന് വിചാരിച്ചത്? പൊട്ടാറ്റോ അല്ലെ. പൊട്ടാറ്റോ കണ്ടപ്പോ ബ്രൂണോ എന്ത് വിചാരിച്ചു? ആ പൊട്ടാറ്റോ ടൊമാറ്റോ ഒക്കെ കണ്ടപ്പോ ടൊമാറ്റോ കണ്ടപ്പോഴാണ് ബ്രൂണോ വിചാരിച്ചത് അല്ലെ. ഓ ഏ റെഡ് ബോൾ അങ്ങനെയല്ലേ ബ്രൂണോ പറഞ്ഞത്. ആ ടൊമാറ്റോ കണ്ടപ്പോഴാണ് ബ്രൂണോ എന്ത് വിചാരിച്ചത്? റെഡ് ബോൾ ആണെന്ന് വിചാരിച്ചത് അല്ലേ. അപ്പൊ ബ്രൂണോ എന്ത് പറഞ്ഞു? ലെറ്റ് മീ കിക്ക് ദ ബോൾ. ഞാൻ ആ ബോൾ ഒന്ന് കിക്ക് ചെയ്യട്ടെ അല്ലെ. നെക്സ്റ്റ് പിക്ചർ നോക്കിയേ. Where is Bruno now? Bruno is at home അല്ലെ. ബ്രൂണോ വീട്ടിൽ തിരിച്ചെത്തിയിട്ട് ആര് വെയിറ്റ് ചെയ്ത് നിൽക്കാണ്? യെസ്, ബ്രൂണോ ഈസ് വെയിറ്റിംഗ് ഫോർ സച്ചിൻ അല്ലെ. സച്ചിനും ഫാദർ എത്തുന്നതിന് മുമ്പ് തന്നെ ആര് വീട്ടിലെത്തിയിട്ടുണ്ട്? ബ്രൂണോ റീച്ച്ഡ് അറ്റ് ഹോം. അപ്പൊ നൗ ബ്രൂണോ ഈസ് അറ്റ് ഹോം അല്ലെ. ബ്രൂണോ വീടിന് മുന്നിൽ നിൽക്കാണ്. അപ്പൊ ബ്രൂണോ എന്തായിരിക്കും തിങ്ക് ചെയ്തിട്ടുണ്ടാവുക? Where is my friend? എന്തായിരിക്കും തിങ്ക് ചെയ്തിട്ടുണ്ടാവുക? Where is my friend അല്ലെ. Where is my friend? എന്റെ ഫ്രണ്ട് എവിടെയാണ്? Who is Bruno's friend?
is my friend. Understood this? Okay, copy this to your textbook. ഇനി നമുക്ക് ആ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങളും കൂടി ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. എല്ലാരും ആ ആക്ടിവിറ്റീസ് ഒക്കെ കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടില്ല. അപ്പൊ മിസ്സിന്റെ കൂടെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, ആർ യു റെഡി? ഓക്കെ, ഐ എം ഗോയിങ് ടു ആസ്ക് സം ക്വസ്റ്റ്യൻസ്. ആർ യു റെഡി ടു ആൻസർ മീ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Who is Sachin's pet? Who is Sachin's pet? സച്ചിന്റെ പെറ്റ് ആരായിരുന്നു? Yes, very good. It is Bruno. Who is Sachin's pet? It is Bruno. Okay? Okay. Then next question. Where did Bruno sow the potato? എവിടെയാണ് ബ്രൂണോ പൊട്ടാറ്റോ കണ്ടത്? Where did Bruno see the potato? Who can say? Yes, very good. It is in the വെജിറ്റബിൾ ഷോപ്പ് അല്ലെ? വെജിറ്റബിൾ ഷോപ്പിലാണ് പൊട്ടാറ്റോ കണ്ടത് അല്ലെ? വെജിറ്റബിൾസ്, ഏത് വെജിറ്റബിൾസ് എവിടെയാണ് കണ്ടതെന്ന് ചോദിച്ചാൽ ബ്രൂണോ എവിടെയാണ് വെജിറ്റബിൾസ് ഒക്കെ കണ്ടിട്ടുള്ളത്? ഇൻ ദ വെജിറ്റബിൾ ഷോപ്പ് അല്ലെ? Where did Bruno play on a seesaw? Where did Bruno play on a seesaw? സീസോയുടെ മുകളില് ബ്രൂണോ കളിച്ചത് എവിടെ വെച്ചാണ്? Who can say? Yes, very good. It is in the park. അപ്പൊ പാർക്കിലാണ് എന്തുണ്ടാവുക? സ്വിംഗ്, സീസോ, മെറി ഗോ റൗണ്ട്, ക്ലൈംബർ, ഇതൊക്കെ ഉണ്ടാവുക അല്ലേ? ഓക്കെ. Then next question. Where did Bruno see the vehicles? Where did Bruno see the vehicles? എവിടെയാണ് ബ്രൂണോ വെഹിക്കിൾസ് കണ്ടത്? Yes, in the street. എവിടെയാണ് ബ്രൂണോ വെഹിക്കിൾസ് കണ്ടത്? എവിടെയാണ്? In the street. സ്ട്രീറ്റിലാണ് ബ്രൂണോ വെഹിക്കിൾസ് കണ്ടത് അല്ലെ? അപ്പൊ ചാപ്റ്റർ നന്നായി റീഡ് ചെയ്യണം കേട്ടോ. Then only you can answer this type of questions. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് അല്ല നമ്മളെ അസസ്മെന്റിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ചാപ്റ്റർ നന്നായി റീഡ് ചെയ്യാം കേട്ടോ. ചാപ്റ്ററിന്റെ ഉള്ളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാം. Then what we studied next? Let's the sentences starting with let's അല്ലെ? ലെറ്റ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസസ് റൈറ്റ് ചെയ്യാൻ പഠിച്ചു. അപ്പൊ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യാ? ആ സെന്റൻസിന്റെ ഫസ്റ്റ് ലെറ്റ്സ് ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ? അപ്പൊ നമ്മൾ എങ്ങനെയാ പഠിച്ചത്? അത് ലെറ്റ്സ് ഗോ ടു ദ പോണ്ട് അല്ലെ? ലെറ്റ്സ് ഗോ ടു ദ പാർക്ക്, ലെറ്റ്സ് റീഡ് ദ ബുക്ക്, ലെറ്റ്സ് പ്ലേ വിത്ത് എ ബോൾ അല്ലെ? മനസ്സിലായില്ലേ? ലെറ്റ്സ് വെച്ചിട്ട് സെന്റൻസ് ബിഗിൻ ചെയ്യാൻ പറയുമ്പോ എന്ത് ചെയ്യാ? ജസ്റ്റ് ലെറ്റ്സ് വെച്ച് സെന്റൻസ് ബിഗിൻ ചെയ്യാ. ഓക്കെ? പിന്നെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? റൈറ്റ് 5 സെന്റൻസ് അബൌട്ട് യുവർ പെറ്റ്. അപ്പൊ ഒരു പെറ്റ് അനിമലിനെ കുറിച്ച് നിങ്ങൾ 5 സെന്റൻസ് എഴുതുമ്പോ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് കെയർ ചെയ്യേണ്ടത്? ഫസ്റ്റ് you want to mention what is your pet അല്ലെ? ഏത് പെറ്റാണ് നിങ്ങൾക്കുള്ളതെന്ന് റൈറ്റ് ചെയ്യുക. Then you should write the name of your pet അല്ലെ? പെറ്റിന്റെ നെയിം എന്താണെന്ന് റൈറ്റ് ചെയ്യുക. നെക്സ്റ്റ് എന്ത് ചെയ്യാ? what it can do, അതിനെന്തൊക്കെ ചെയ്യാൻ കഴിയും അല്ലെ?
ഇപ്പൊ if your pet is a parrot, it can fly. If it is a dog, it can bark. If it is a cat, it can mew. അല്ലേ? പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പെറ്റിന്റെ ഫേവറേറ്റ് ഫുഡ് എന്താണ്? അല്ലേ? If it is a cat, it likes fish and milk. Dog ആണെങ്കിലോ it like meat. അല്ലെ? ബേർഡ്സ് ആണെങ്കിലോ it likes grains. അല്ലെ? റൈസ്, വീറ്റ്. അല്ലെ? ഇങ്ങനെയൊക്കെ എഴുതിയാല് 4 സെന്റൻസ് ആയി. Then at last you can write, it is my favorite pet. ആ ഒരു സെന്റൻസും കൂടെ റൈറ്റ് ചെയ്താൽ 5 സെന്റൻസ് ആയി. അപ്പൊ എല്ലാവർക്കും മനസ്സിലായോ പെറ്റിനെ കുറിച്ച് എഴുതാൻ പറയുമ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് അതില് ഇൻക്ലൂഡ് ചെയ്യിക്കേണ്ടതെന്ന്? ഫസ്റ്റ്, വാട്ട് ഈസ് യുവർ പെറ്റ്? അല്ലെ, എന്താണ് നിങ്ങളുടെ പെറ്റ്? ഏത് അനിമൽ ആണ് നിങ്ങളുടെ പെറ്റ് എന്ന് എഴുതുക. ദെൻ സെക്കൻഡ്, യു ഷുഡ് റൈറ്റ് ദ നെയിം ഓഫ് യുവർ പെറ്റ്. അല്ലെ, ആ പെറ്റിന്റെ നെയിം എന്താണെന്ന് റൈറ്റ് ചെയ്യുക. നെക്സ്റ്റ്, വാട്ട് ഇറ്റ് ക്യാൻ ഡു. എന്താണ് നിങ്ങളുടെ പെറ്റിന് ചെയ്യാൻ കഴിയുന്ന കാര്യം, അത് റൈറ്റ് ചെയ്യുക. ദെൻ ഫോർത്ത് സെന്റൻസ്, വിച്ച് ഈസ് ഇറ്റ്സ് ഫേവറേറ്റ് ഫുഡ്. അല്ലെ, ഇതിന്റെ ഫേവറേറ്റ് ഫുഡ് എന്താണെന്ന് റൈറ്റ് ചെയ്യുക. ലാസ്റ്റ് സെന്റൻസ് എന്ത് റൈറ്റ് ചെയ്യുക? ഇറ്റ് ഈസ് മൈ ഫേവറേറ്റ് പെറ്റ്. അപ്പൊ 5 സെന്റൻസ് ആയി. അല്ലെ? Then how can you write about a vegetable, your favorite vegetable? അപ്പൊ ഒരു ഫേവറേറ്റ് വെജിറ്റബിളിനെ കുറിച്ചാണ് റൈറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതെങ്കിലോ അപ്പൊ എന്തൊക്കെ റൈറ്റ് ചെയ്യണം? ഫസ്റ്റ്, you should write the name of that vegetable. Second, color of that vegetable. Third, its size. ബിഗ് ആണോ, സ്മോൾ ആണോ, ലോങ് ആണോ എന്നൊക്കെ എഴുതാം. ദെൻ നെക്സ്റ്റ്, ദ ടേസ്റ്റ് ഓഫ് ദാറ്റ് വെജിറ്റബിൾ. അല്ലെ, ആ വെജിറ്റബിളിന്റെ ടേസ്റ്റ് റൈറ്റ് ചെയ്യാം. ലാസ്റ്റ് എന്ത് റൈറ്റ് ചെയ്യാം? ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. അല്ലെ, ഒരു സെന്റൻസ് നിങ്ങൾക്ക് സിമ്പിൾ ആയി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ വെജിറ്റബിളിനെ കുറിച്ച് റൈറ്റ് ചെയ്യുമ്പോ ഫസ്റ്റ് യുവർ ഫേവറേറ്റ് വെജിറ്റബിൾ എഴുതുക. ദെൻ its color, then its taste, then its size, then it is my favorite vegetable. അല്ലേ? ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ടേസ്റ്റ്? വെജിറ്റബിൾസിന് സാധാരണയായിട്ട് എന്തൊക്കെ ടേസ്റ്റ് ആണ് ഉണ്ടാവുക? സ്വീറ്റ്. അല്ലെ, സ്വീറ്റ് ടേസ്റ്റ് ഉള്ള വെജിറ്റബിൾസ് ഏതൊക്കെയാണ്? നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ സ്വീറ്റ് ടേസ്റ്റ് ഉള്ള എന്തൊക്കെയാണ്? കാബേജ്, അല്ലെ, പൊട്ടറ്റോ, ബീട്രൂട്ട് ഒക്കെ സ്വീറ്റ് ടേസ്റ്റ് ഉള്ള വെജിറ്റബിൾസ് ആണ്. അല്ലെ, അതേപോലെ ഹോട്ട്. ഹോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂടല്ല, ടേസ്റ്റിൽ നമ്മൾ ഹോട്ട് എന്ന് പറയുന്നത് എന്താണ്? എരിവ്. എരിവുള്ള വെജിറ്റബിൾ ഏതാണ്? ചില്ലി. അല്ലെ? ദെൻ പിന്നെന്ത് ടേസ്റ്റ് ഉള്ളത്? സോർ. ഷുവർ അല്ല, ഷുവർ അല്ല. SUR ആണോ? നോ, SOUR. സോർ. സോർ എന്താ ടേസ്റ്റ്? പുളി. അല്ലെ? ദെൻ ഇത്രയും ടേസ്റ്റ് ആണ് ഉള്ളത്. അല്ലെ? സ്വീറ്റ്, സ്വർ, ഹോട്ട്. അല്ലെ? ഇത്രയൊക്കെ ടേസ്റ്റ് ഉള്ള വെജിറ്റബിൾസ് നമുക്കുണ്ട്. അപ്പൊ നിങ്ങൾ അതിന്റെ ടേസ്റ്റ്, ഫസ്റ്റ് വെജിറ്റബിൾ ഏതാണെന്ന് എഴുതുക, ഫേവറേറ്റ് വെജിറ്റബിൾ ഏതാണെന്ന് എഴുതുക, വെജിറ്റബിളിന്റെ നെയിം എഴുതുക, കളർ എഴുതുക, സൈസ് എഴുതുക. ഇറ്റ്സ് മൈ ഫേവറേറ്റ് വെജിറ്റബിൾ. ഓക്കെ, റെഡി ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്താണ്, ഇങ്ങനെ പിക്ചർ തന്നിട്ട് അതിന്റെ ING ഫോം ചേർത്ത് എഴുതാൻ പറഞ്ഞു അല്ലെ. അപ്പൊ എന്ത് ചെയ്യാ? ജസ്റ്റ് ഏത് വേർഡാണോ തന്നിട്ടുള്ളത് അതിന്റെ കൂടെ ING ചേർത്ത് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്താ പഠിച്ചത്?
യെസ്, കുറച്ച് പ്രിപ്പോസിഷൻസ് പഠിച്ചു അല്ലെ? ഇൻ, ഓൺ, അണ്ടർ അല്ലെ? ഇന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളിൽ അല്ലെ? അപ്പൊ മിസ് പറഞ്ഞു ഒരു ബോക്സ്, പോട്ട് ഒക്കെ ആണെങ്കിൽ, ബാസ്കറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇൻ എന്ന് പറയും അല്ലെ? There are some carrots in the basket അല്ലെ? There are some pencils in the box അല്ലെ? There are some water in the pot അല്ലെ? അപ്പൊ ഇന്ന് പറയുമ്പോ എന്താണ്? ഉള്ളിൽ വെക്കാനുള്ള സ്പേസ് ഉള്ള സാധനങ്ങളാണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? ഇന്നാണ് യൂസ് ചെയ്യുക. ഓൺ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക? എന്തെങ്കിലും ഒരു സാധനത്തിന്റെ മുകളിൽ എന്ന് പറയുമ്പോ അല്ലെ? ഓൺ ദ ട്രീ, ഓൺ ദ ടേബിൾ, ഓൺ ദ ചെയർ അല്ലെ? ഓൺ ദ പ്ലേറ്റ്. പ്ലേറ്റ് എന്ന് പറയുമ്പോ എന്താ? ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് അല്ലെ? അപ്പൊ നമ്മള് ഓൺ ദ പ്ലേറ്റ് എന്ന് പറയും അല്ലെ? പോട്ടാണെങ്കിലോ അതിന്റെ ഉള്ളിലേക്ക് വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് പറയും? ഇൻ ദ പോട്ട് അല്ലെ? ഇനി അണ്ടർ. വാട്ട് ഇസ് മീൻ ബൈ അണ്ടർ? അണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? അടിയിൽ അല്ലെ? ദ കാറ്റ് ഈസ് സിറ്റിംഗ് അണ്ടർ ദ ചെയർ. കാറ്റ് എവിടെയാണ്? ചെയറിന്റെ അടിയിലാണ് ഇരിക്കുന്നതെങ്കിൽ എന്ത് പറയും? ദ കാറ്റ് ഈസ് സിറ്റിംഗ് അണ്ടർ ദ ചെയർ അല്ലെ? Then the ball is under the tree. പിന്നെയോ? ഓക്കെ, ഇത്രയും പ്രിപ്പോസിഷൻസ് ആണ് നമ്മള് പഠിച്ചതല്ലേ? ഇൻ, ഓൺ, അണ്ടർ. ഇൻ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, ഓൺ എന്ന് പറഞ്ഞാൽ മുകളിൽ, അണ്ടർ എന്ന് പറഞ്ഞാലോ അടിയിൽ അല്ലെ? അപ്പൊ ഇത്രയും പ്രിപ്പോസിഷൻസ് നമ്മൾ പഠിച്ചു അല്ലെ? ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മള് റിവൈസ് ചെയ്തു അല്ലെ? പിന്നെ എന്താണ്? റിഡിൽസ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് എഴുതാൻ അല്ലെ? അപ്പൊ ആ വെജിറ്റബിൾസിന്റെ ഇപ്പൊ ഐ വിൽ ആസ്ക് വൺ റിഡിൽ. I am round in shape. My color is red. My taste is sour. Which is that vegetable? Who can say? Yes, very good. It is tomato. Right? Okay. അപ്പൊ അതുപോലെ വെജിറ്റബിൾസിന്റെ റിഡിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതിക്കൂടെ? നിങ്ങൾ വെജിറ്റബിളിനെ കുറിച്ച് 5 സെന്റൻസ് റൈറ്റ് ചെയ്തു അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ഏത് വെജിറ്റബിളിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് ആ ക്ലൂ കണ്ടിട്ട് അത് ഏത് വെജിറ്റബിൾ ആണെന്ന് കണ്ടുപിടിച്ചൂടെ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ആ ടെക്സ്റ്റ് ബുക്ക് നന്നായി റീഡ് ചെയ്യുക. അതേപോലെ ഇതേപോലെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നന്നായിട്ട് പഠിക്കുക കേട്ടോ. പെറ്റിനെ കുറിച്ച് എഴുതാനുള്ളത് പഠിക്കുക, പാർക്കിൽ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് പഠിക്കുക. അതേപോലെ പിന്നെ എന്താ പഠിക്കേണ്ടത്? യെസ്, യു ഷുഡ് സ്റ്റഡി അബൌട്ട് യുവർ ഫേവറേറ്റ് വെജിറ്റബിൾ. ഓക്കെ, പിന്നെ ലെറ്റ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് പഠിക്കുക. ഇൻ, ഓൺ, അണ്ടർ എന്നുള്ള അതൊക്കെ എപ്പോഴൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാന്നുള്ളതൊക്കെ പഠിക്കാം. ഓക്കെ, ഐ തിങ്ക് all of you understood these things well, right? So now we should wind up our class and we can meet with the new chapter in the next class. Till then, take care. Bye bye. Thank you.